ഇത് കൊല്ലം കടയ്ക്കൽ സ്വദേശി യഹിയ. ഭാര്യയും 2 പെൺമക്കളും അടങ്ങുന്നതാണ് ഈ 70-കാരന്റെ കുടുംബം. തെങ്ങുകയറ്റം കൊണ്ട് മക്കളെ കെട്ടിച്ചയക്കാനാകില്ലെന്ന തിരിച്ചറിവിൽ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി വർഷങ്ങൾക്ക് മുൻപ് യഹിയ പ്രവാസ ജീവിതം സ്വീകരിച്ചു. എന്നാൽ കൈപ്പേറിയ അനുഭവങ്ങളാണ് ഗൾഫിൽ അതിജീവിക്കേണ്ടി വന്നത്. ഒടുവിൽ സ്വരുക്കൂട്ടിയ ചെറിയ സമ്പാദ്യവുമായി നാട്ടിൽ തിരികെയെത്തി. കടയ്ക്കൽ സഹകരണ ബാങ്കിൽ നിന്ന് ലോണും സംഘടിപ്പിച്ച് മക്കളെ വിവാഹം കഴിപ്പിച്ചു. ഇതിനിടെ ഉപജീവനത്തിനായി ഒരു തട്ടുകട ആരംഭിക്കുകയും ചെയ്തു. ഇവിടെ പാചകക്കാരനും വിളമ്പുകാരനും കാഷ്യറുമെല്ലാം യഹിയാക്കയാണ്. കൗതുകം ജനിപ്പിക്കും വിധം നൈറ്റി അണിഞ്ഞാണ് യഹിയ കടയിൽ പെരുമാറുന്നത്. യഹിയാക്കയുടെ രുചിയേറും ചിക്കനും ബീഫിനും നിറയെ ആരാധകരുമുണ്ട്. എന്നാൽ നവംബർ 8 നോട്ട് നിരോധന പ്രഖ്യാപനം യഹിയയുടെ ജീവിതം അടിമുടിയുലച്ചു. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ ഉൾപ്പെടെ യഹിയയുടെ കയ്യിൽ 23,000 രൂപയുണ്ടായിരുന്നു. ഇത് മാറ്റിയെടുക്കാൻ 2 ദിവസമാണ് ബാങ്കിൽ മണിക്കൂറുകളോളം വരുന്നത്. 2ാം നാൾ തളർന്നു വീണ ആശുപത്രിയിലായി. തന്റെ ജീവിതത്തിന്റെ താളം തെറ്റിച്ച നോട്ട് നിരോധനത്തിനെതിരെ കടുത്ത രീതിയിൽ പ്രതിഷേധിക്കണമെന്ന് യഹിയ ഉറപ്പിച്ചു. ആശുപത്രിയിൽ നിന്നിറങ്ങിയ ഉടൻ കയ്യിലുള്ള 23,000 രൂപ അടുപ്പിലിട്ട് കത്തിച്ചാണ് യഹിയ തന്റെ വികാരം പ്രകടിപ്പിച്ചത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷമേ ഇനി മുടി വളർത്തൂവെന്നാണ് യഹിയാക്കയുടെ ശബ്ദം. ഒരു മുൻ ചായ വിൽപ്പനക്കാരനോട് ഒരു തട്ടുകടക്കാരന്റെ മൻ കി ബാത്ത് എന്ന തലക്കെട്ടിൽ രാഷ്ട്രീയ നിരീക്ഷകൻ അഷ്റഫ് കടയ്ക്കലാണ് തന്റെ ഫേസ്ബുക്കിലൂടെ യഹിയയെ പരിചയപ്പെടുത്തിയത്.